Dear students, now we can study ecosystem. Ecosystem, it is a dynamic structure which include both living as well as non-living things, and these living as well as non-living components of the ecosystem, they interact with each other to form a functional unit of the nature. സോ എക്കോസിസ്റ്റം എന്ന് പറയുമ്പം അത് എവർ ചേഞ്ചിങ് ആണ്, ഡൈനാമിക് ആണ്. അതിൽ ലിവിങ് കമ്പോണൻസും വരുന്നുണ്ട്, നോൺ ലിവിങ് കമ്പോണൻസും വരുന്നുണ്ട്. ഈ രണ്ട് കമ്പോണൻസോടെ പരസ്പരം ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ട് അവരൊരു നേച്ചറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റത്തിന് ഒരു സ്ട്രക്ചറും ഉണ്ട്, ഫങ്ഷനും ഉണ്ട്. അപ്പോൾ രണ്ട് കമ്പോണൻസ് ആണ് മെയിനായിട്ട് എക്കോസിസ്റ്റത്തിലുള്ളത്. സ്ട്രക്ചറൽ കമ്പോണൻറ്റ് ആൻഡ് ഫങ്ഷണൽ കമ്പോണൻറ്റ്. സ്ട്രക്ചർ എന്ന് പറയുമ്പം ഇറ്റ് കംപ്രൈസസ് ദ കമ്പോണൻറ്റ്സ് ദാറ്റ് മേക്കപ്പ് ദ സിസ്റ്റം. എക്കോസിസ്റ്റത്തിനെ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോണൻസിനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇറ്റ് ഇൻവോൾവ് ദ മാനർ ഇൻ വിച്ച് ദീസ് കമ്പോണൻറ്റ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഇതിലെ കമ്പോണൻസുകൾ, അതായത് സ്ട്രക്ചറൽ കമ്പോണൻസുകളിലെ എലമെൻസുകൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷനകത്തിൽ പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ ഇൻവോൾവ് ദ മാനർ ഇൻ വിച്ച് ദ സ്ട്രക്ചറൽ കമ്പോണൻറ്റ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. എക്കോസിസ്റ്റം മേ വേരി ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി. സൈസിലും കോംപ്ലക്സിറ്റിയിലും എക്കോസിസ്റ്റംസ് വേരി ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പലതരത്തിലുള്ള എക്കോസിസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ എക്കോസിസ്റ്റവും അതിൻ്റെ സൈസിലും കോംപ്ലക്സിറ്റിയിലും വേരിയിങ് ആയിരിക്കും. അപ്പം ഒരു കൊച്ചൊരു എക്കോസിസ്റ്റം എന്ന് പറയുന്നിടത്ത് ഉണ്ടാവുന്ന ഒരു എനർജി ഫ്ലോ ആയിരിക്കത്തില്ല വലിയൊരു എക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുന്ന എനർജി ഫ്ലോ എന്ന് പറയുന്നത്. ലിവിങ് ഓർഗാനിസം ലിവിങ് ഇൻ അസോസിയേഷൻ വിത്ത് എ റോട്ടൺ ലോക്ക് മേ ബി കൺസിഡർഡ് ആസ് എ റിലേറ്റീവ്ലി സ്മോൾ ആൻഡ് സിമ്പിൾ എക്കോസിസ്റ്റം. അപ്പോൾ ഒരു അഴുകുന്ന തടിയിൽ അതൊരു എക്കോസിസ്റ്റമാണ്. അതിലുള്ള ഓർഗാനിസങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. എന്നാൽ ഒരു കോറൽ എക്കോസിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെറൈൻ എക്കോസിസ്റ്റം എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു ലാർജർ എക്കോസിസ്റ്റമാണ്. അവിടെ കൂടുതൽ കോംപ്ലക്സിറ്റി ഉണ്ടാവുന്നു. ലാർജർ ആവുന്നതുകൊണ്ട് തന്നെ ആ എക്കോസിസ്റ്റം ഹൈലി കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ സൈസിലും അതിൻ്റെ കോംപ്ലക്സിറ്റിയിലും എക്കോസിസ്റ്റം പരസ്പരം ഡിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ ഡൈനാമിക് സിസ്റ്റം ഇൻ വിച്ച് ബോത്ത് ദ ലിവിങ് ആസ് വെൽ ആസ് non-living components interact with each other, and it has both structural component as well as functional component, and structural components are the part that make up the system, that is both the abiotic and biotic part form the structural component, and the functional component involve the manner in which these structural components interact with each other. And ecosystem, they vary in size and complexity. Next is requirements of an ecosystem. There are two basic requirements of an ecosystem. First one is cycling of materials and second is constant input of energy. ഒരു എക്കോസിസ്റ്റം നിലനിന്ന് പോകണമെങ്കിൽ മെയിനായിട്ടും ഉള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എലമെൻസുകൾ, അല്ലെങ്കിൽ അതിനകത്തെ മെറ്റീരിയൽസ് എല്ലാം തന്നെ റീസൈക്കിൾ ചെയ്യപ്പെടണം. എപ്പോഴും കണ്ടിന്യൂസ് യൂസും അതിനോടൊപ്പം തന്നെ അത് റീസൈക്കിൾ ചെയ്ത് ആ യൂസ് ചെയ്ത അതേ സംഭവങ്ങൾ തന്നെ എപ്പോഴും റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കണം. സെക്കൻഡ്, ദർ ഷുഡ് ബി എ കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് ഓഫ് എനർജി. എപ്പോഴും എക്കോസിസ്റ്റത്തിന് എനർജി നീഡ്സ് ഉണ്ട്. അതുകൊണ്ട് പുറത്ത് നിന്ന് ഒരു എനർജി സോഴ്സ് അതിനെപ്പോഴും ആവശ്യമാണ്. ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദ ലിവിങ് തിങ്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ എക്കോസിസ്റ്റം. അപ്പോൾ എക്കോസിസ്റ്റം നിലനിന്ന് പോകണമെങ്കിൽ അതിൻ്റെ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും തമ്മിൽ, അതായത് ലിവിങ് തിങ്സും എൻവയോൺമെൻറ്റും തമ്മിൽ എപ്പോഴും മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ ഒരു എക്കോസിസ്റ്റം ഫങ്ഷണൽ ആവണു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓട്ടോട്രോപ്സ് സച്ച് ആസ് പ്ലാന്റ് സിന്തസൈസ് കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫ്രം ദി റോ മെറ്റീരിയൽസ്. അപ്പം എൻവയോൺമെൻറ്റിലുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്ലാന്റ്സ്, ഫോട്ടോട്രോപ്പിക് ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് എബിലിറ്റി ഉള്ള പ്ലാന്റ്സ് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ സിന്തസൈസ് ചെയ്യുന്നു. ദ ഓർഗാനിക് മാറ്റർ അൾട്ടിമേറ്റ്ലി റിലീസസ് ദ റോ മെറ്റീരിയൽ ഇൻ ടു ദി എൻവയോൺമെൻറ്റ്. നമുക്കറിയാവുന്നതാണ്. അപ്പം ഓട്ടോട്രോപ്സ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നു, അതിന്
എൻവയോൺമെൻറ്റിൽ നിന്ന് റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും അത് യൂട്ടിലൈസ് ചെയ്യുന്നു. അതോടൊപ്പം സോളാർ എനർജി അത് ഹാർവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സോളാർ എനർജി ആ ലൈറ്റ് എനർജി അവർ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവർ ഓർഗാനിക് മെറ്റീരിയൽസ് സിന്തസൈസ് ചെയ്യുന്നു. ഈ ഓർഗാനിക് മെറ്റീരിയൽസ് പ്ലാന്റ് ബോഡിയിലും മറ്റുള്ള ആനിമൽ ബോഡിയിലുമെല്ലാം ഡെപ്പോസിറ്റ് ആവുന്നു. പിന്നീട് ഈ പ്ലാന്റ്സും ആനിമൽസും എല്ലാം ചത്തൊടുങ്ങുമ്പോൾ ഈ അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ നിന്ന് സ്വീകരിച്ച മെറ്റീരിയൽസ് എല്ലാം തന്നെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ തിരിച്ച് അത് എൻവയോൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ സൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽസ് അവിടെ കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ എന്തെല്ലാം റോ മെറ്റീരിയൽസ് പ്ലാന്റ്സ് ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് എൻവയോൺമെൻറ്റിൽ നിന്നും എടുത്തിട്ടുണ്ടോ അതെല്ലാം അതേപടി തന്നെ തിരിച്ചു നൽകുന്നു. അപ്പോൾ അതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ദിസ് ഫിനോമിന ഈസ് നോൺ ആസ് സൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽ. ഇതിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെ ഫസ്റ്റ് റിക്വയർമെൻ്റ് ആയിട്ടുള്ള സൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽസിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് ഓഫ് എനർജി. അപ്പം നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിന് ഫുഡ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ റോ മെറ്റീരിയൽസിനൊപ്പം തന്നെ അവർക്ക് എനർജി ഇൻപുട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സോളാർ എനർജിയാണ്. ദ സോഴ്സ് ഓഫ് എനർജി ഈസ് ദ സോളാർ എനർജി വിച്ച് ഈസ് ക്യാപ്ചേർഡ് ബൈ green plants. The energy fixed by the green plants was passed on to organisms. അപ്പം ഗ്രീൻ പ്ലാന്റ്സ് ഫിക്സ് ചെയ്യുന്ന എനർജി എപ്പോഴും ഓർഗാനിസത്തിലേക്ക് പാസ് ചെയ്യുന്നു, മറ്റ് ഓർഗാനിസത്തിലേക്ക് പാസ് ചെയ്യുന്നു. ദ വേ ഓഫ് എനർജി ട്രാൻസ്ഫർ ഫ്രം പ്ലാന്റ്സ് ടു അതർ ഓർഗാനിസം ഈസ് കോൾഡ് എനർജി ഫ്ലോ. അപ്പോൾ പ്ലാന്റ്സ് ഹാർവെസ്റ്റ് ചെയ്ത സോളാർ എനർജി അവർ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അത് മറ്റുള്ള ഓർഗാനിസത്തിലേക്ക് ഫ്ലോ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എനർജി ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ബേസിക് റിക്വയർമെൻറ്റ്സ് ആയിട്ടുള്ള സെക്കൻഡ് പാർട്ടാണ് കോൺസ്റ്റൻറ്റ് ഇൻപുട്ട് ഓഫ് എനർജി. അതിൽ സോളാർ എനർജി ഗ്രീൻ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തിട്ട് അത് കെമിക്കൽ എനർജി ആയിട്ട് മറ്റുള്ള ലിവിങ് ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം അങ്ങനെ ആ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്ലോ എന്നാണ് പറയുന്നത്. So, two basic requirements of ecosystem are cycling of materials as well as constant input of energy. Next is structure of ecosystem. നമ്മൾ എക്കോസിസ്റ്റത്തിന് 2 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിലെ ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. 2 major attributes of ecosystem are structures and function. Structure means its components including abiotic and ബയോട്ടിക് കമ്പോണൻറ്റ്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുമ്പം അതിൻ്റെ എബയോട്ടിക് ആസ് വെൽ ആസ് ബയോട്ടിക് കമ്പോണൻസിനെയാണ് സ്ട്രക്ചറൽ കമ്പോണൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് എനർജി ആൻഡ് മെറ്റീരിയൽ ത്രൂ ദ എക്കോസിസ്റ്റം. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ എങ്ങനെയാണൊരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിലെ ഓർഗാനിക് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് എങ്ങനെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻറ്റ്സ് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഫ്ലോ ഓഫ് എനർജി മെറ്റീരിയൽസിൻ്റെ ഫ്ലോയും വഴിയാണ്. അപ്പോൾ ഫംഗ്ഷൻ ഈസ് ദ ഫ്ലോ ഓഫ് എനർജി ആൻഡ് മെറ്റീരിയൽസ് ത്രൂ ദ എക്കോസിസ്റ്റം ബിറ്റ്വീൻ ദി എബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണൻറ്റ്സ് ആൻഡ് ദ റെഗുലേഷൻ ഓഫ് ദ എക്കോസിസ്റ്റം ബൈ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻറ്റ്സ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽസിൻ്റെ എനർജിയുടെയും ഫ്ലോയാണ്. ബയോട്ടിക് എബയോട്ടിക് കമ്പോണൻസിൻ്റെ ഇടയിലുള്ള മെറ്റീരിയൽസിൻ്റെ എനർജിയുടെയും ഫ്ലോയാണ് ഫംഗ്ഷൻ ഓഫ് എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻസ്. Then biotic components of the ecosystem include all the non-living environmental factors including the materials and the energy. അപ്പോൾ ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എബയോട്ടിക് കമ്പോണൻ്റ് ആണ്. എബയോട്ടിക് കമ്പോണൻസ് ഓഫ് ദ എക്കോസിസ്റ്റം ഇൻക്ലൂഡ് ഓൾ ദി നോൺ ലിവിങ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അപ്പം ഒരു എക്കോസിസ്റ്റത്തിലെ എബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറയുമ്പം അതിനകത്തിലുള്ള എല്ലാ നോൺ ലിവിങ് ആയിട്ടുള്ള, അതായത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എല്ലാം തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ എനർജിയും സോയിൽ, എയർ, അങ്ങനെയുള്ള എല്ലാ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് മൊത്തം ആ എബയോട്ടിക് കമ്പോണൻസിലാണ് വരുന്നത്. മെറ്റീരിയൽസ് ആർ സൈക്കിൾഡ് ത്രൂ ദ എക്കോസിസ്റ്റം ബൈ എ ഫിനോമിന കോൾഡ് ബയോജിയോ കെമിക്കൽ സൈക്കിൾ. അപ്പം മെറ്റീരിയൽസ് ലിവിങ് കമ്പോണൻസിനും നോൺ ലിവിങ് കമ്പോണൻസിനും ഇടയിൽ സൈക്കിൾ ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. ആ ഒരു സൈക്കിളിന്, ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ബയോജിയോ കെമിക്കൽ സൈക്കിൾ. ദ എനർജി ഫ്ലോസ് ത്രൂ ഇറ്റ് ഇൻ എ യൂണിഡയറക്ഷണൽ വേ. അപ്പോൾ ഇവിടെ എനർജി ഫ്ലോ നടക്കുന്നത് ഒരു യൂണിഡയറക്ഷണൽ വേയിലാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത്
എന്താണ് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റമാണ്. സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റത്തിൽ മെയിനായിട്ട് 2 കമ്പോണൻസ് ആണുള്ളത്, എബയോട്ടിക് കമ്പോണൻറ്റും ബയോട്ടിക് കമ്പോണൻറ്റും. സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റത്തിനൊപ്പം തന്നെ അതിൻ്റെ എക്കോസിസ്റ്റത്തിന് മറ്റൊരു സ്വഭാവം അല്ലെങ്കിൽ ഒരു അട്രിബ്യൂട്ടാണ് ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം. അപ്പം എബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണൻറ്റുകളുടെ ഇടയിൽ അല്ലെങ്കിൽ അവ തമ്മിൽ എങ്ങനെയാണ് എനർജി മെറ്റീരിയൽസും കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതാണ് ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുമ്പം അതിനകത്തിൽ ലിവിങ് കമ്പോണൻസ് ആണ് വരുന്നത്. എന്നാൽ എബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കിന് അതിൽ നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് വരുന്നത്. നോൺ ലിവിങ് കമ്പോണൻസിന് എക്സാമ്പിളാണ് ഈ റോ മെറ്റീരിയൽസും അതുപോലെ എനർജി, അതുപോലെ എയർ, വാട്ടർ, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള എല്ലാ ഫിസിക്കൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ കെമിക്കൽ ഫാക്ടേഴ്സും. ഇതെല്ലാം അതിൻ്റെ നോൺ ലിവിങ് അല്ലെങ്കിൽ എബയോട്ടിക് കമ്പോണൻറ്റിൽ വരുന്നതാണ്. അപ്പോൾ മെറ്റീരിയൽസ് ഇങ്ങനെ എക്കോസിസ്റ്റത്തിൽ സൈക്കിൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, അത് ബയോജിയോ കെമിക്കൽ സൈക്കിൾ വഴിയാണ് ഈ സൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽസ് എക്കോസിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പോൾ ഓരോ എലമെൻറ്റും അവിടെ എന്താണ് ഈ ബയോജിയോ കെമിക്കൽ സൈക്കിൾ വഴി സൈക്കിൾ ചെയ്യപ്പെടുന്നു. ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയാൻ കാരണം ഈ എന്താണ് ഈ 3 ഫോംസിലും അല്ലെങ്കിൽ ഈ 3 എലമെൻസിൽ കൂടെയുമാണ് ഓരോ മെറ്റീരിയൽസും സൈക്കിൾ ചെയ്യപ്പെടുന്നത്. ബയോളജിക്കൽ ഫോമിൽ, അതുപോലെ ജിയോ എന്ന് പറയുമ്പോൾ എർത്ത് റിലേറ്റഡ് ആണ്, അതുപോലെ കെമിക്കൽ ഫോം. അപ്പോൾ ഈ ബയോളജിക്കൽ മെറ്റീരിയൽസിൽ ആണ് ഓരോ എലമെൻസും അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് വീണ്ടും എങ്ങനെയാണ് തിരിച്ച് എൻവയോൺമെൻറ്റിൽ തിരിച്ചെത്തുന്നത്. ആ ഒരു സൈക്ലിക് പ്രോസസ്സിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റും ലിവിങ് ഓർഗാനിസവും തമ്മിലുള്ള ഒരു മെറ്റീരിയൽസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്ന ആ ഒരു സൈക്ലിക് പ്രോസസ്സിനെയാണ് നമ്മൾ ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഈ മെറ്റീരിയൽസ് ഇങ്ങനെ എല്ലാ എക്കോസിസ്റ്റത്തിൻ്റെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് കമ്പോണൻസിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ എനർജി ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു യൂണി ഡയറക്ഷണൽ വേയിലായിരിക്കും. എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് സോളാർ എനർജിയാണ്. അത് ആ സോഴ്സിൽ നിന്നും ബയോട്ടിക് കമ്പോണൻസ് അല്ലെ ഓരോ ഓർഗാനിസത്തിലേക്ക് കൈമാറിക്കൊണ്ട് ഒരു യൂണി ഡയറക്ഷണൽ വേയിൽ ആ ഓരോ ഫുഡ് ചെയിനിലെ ഓരോ ഓർഗാനിസത്തിൽ കൂടെ അതിങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അതാണ് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. അപ്പോൾ ഇവിടെ ഈ സ്ലൈഡിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ 4th പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് എബയോട്ടിക് കമ്പോണൻസ് ഓഫ് ദ എക്കോസിസ്റ്റം എന്നാണ്, ബയോട്ടിക് അല്ല. നെക്സ്റ്റ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം ഈസ് ദ മേജർ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇക്കോളജി. അപ്പം എക്കോസിസ്റ്റത്തിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണ്. അപ്പോൾ എക്കോസിസ്റ്റത്തിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ മേജർ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എക്കോളജി. എക്കോളജിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം ഈസ് റിലേറ്റഡ് ടു ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അവിടുത്തെ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻ്റ് ആണ് ഒരു എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ബയോട്ടിക് കമ്പോണൻസ് എത്രത്തോളം സ്പീഷീസുകളുണ്ട്, അപ്പോൾ അതിനനുസരിച്ചായിരിക്കും എക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ കോംപ്ലക്സ് ആവുന്നത്. ദ മോസ്റ്റ് കോംപ്ലക്സ് എക്കോസിസ്റ്റം ഹാസ് ഹൈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. കോംപ്ലക്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ ഒത്തിരിയേറെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ സ്പീഷീസുകളുണ്ട്, പലതരത്തിലുള്ള ജീവികൾ കാണപ്പെടുന്നു. അതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകത. അവിടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലായിരിക്കും, പലതരത്തിലുള്ള സ്പീഷീസുകൾ കാണപ്പെടുന്നു. The function of ecosystem is related to the energy flow and material cycling through and within the system. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അവിടെ എനർജി ഫ്ലോയും അതുപോലെ മെറ്റീരിയൽ സൈക്ലിങ്ങും ആയിരിക്കും. അതിനെയാണ് ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. The relative amount of energy needed to maintain an ecosystem depend on its structure. അതിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചായിരിക്കും അതിനകത്ത് എത്രത്തോളം എനർജി വേണം ഈ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ദ മോർ കോംപ്ലക്സ് ദ സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം ലെസർ ദ എനർജി ഇറ്റ് നീഡഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ് സെൽഫ്. അപ്പോൾ കോംപ്ലക്സ് ആണ് എക്കോസിസ്റ്റം എങ്കിൽ അവിടെ എനർജി
റിക്വയർമെൻറ്റ് കുറവ് മതി. ഇപ്പോൾ കോംപ്ലക്സ് ആവുന്ന എക്കോസിസ്റ്റം എപ്പോഴാണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുമ്പോഴാണ്. അപ്പോൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടുതലുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ എനർജി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എക്കോസിസ്റ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലെസ്സർ എനർജി മതി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ദ മോർ കോംപ്ലക്സ് ദ സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം, ദ ലെസ്സർ ദ എനർജി ഇറ്റ് നീഡ്സ് ടു മെയിൻറ്റെയിൻ ഇറ്റ് സെൽഫ്. അതിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ട എനർജി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ലെസ്സർ ആയിരിക്കും. Then the other characteristics are ecosystem mature by passing from lesser complex to more complex state. അപ്പം എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഹൈലി ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പം അത് ഏറ്റവും ശൈശവ അവസ്ഥയിൽ നിന്ന് ഇമ്മച്വർ സ്റ്റേറ്റിൽ നിന്നും കോംപ്ലക്സ് സ്റ്റേറ്റിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇറ്റ് മെച്വർ ബൈ പാസിങ് ഫ്രം എ ലെസർ കോംപ്ലക്സ് ടു മോർ കോംപ്ലക്സ് സ്റ്റേറ്റ്. ദിസ് ഫിനോമിന ഈസ് കോൾഡ് എക്കോളജിക്കൽ സസഷൻ. അപ്പോൾ എക്കോസിസ്റ്റം മെച്വർ ആവുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സസഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു എക്കോസിസ്റ്റത്തിൽ നിന്നും സിമ്പിളായിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം വളർന്നു വരുന്നതിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സസഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏർലിയർ സ്റ്റേജസ് ഓഫ് സസഷൻ ഹാവ് എക്സസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് റിലേറ്റീവ് ഹൈ എനർജി ഫ്ലോ പെർ യൂണിറ്റ് മാസ്. അപ്പം ഈ ഇമ്മച്വർ സ്റ്റേജുകളിൽ അല്ലെങ്കിൽ ഗ്രോയിങ് സ്റ്റേജുകളിൽ, അതായത് ഏർലി സ്റ്റേജസിൽ എക്കോസിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് മാസിനും ഇടയിലുള്ള എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. റിലേറ്റീവ് ഹൈ എനർജി ഫ്ലോ പെർ യൂണിറ്റ് മാസ്. യൂണിറ്റ് മാസുകൾക്കിടയിലുള്ള എനർജി ഫ്ലോ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു കോംപ്ലക്സ് എക്കോസിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ലെസ്സർ എമൗണ്ട് ഓഫ് എനർജി മതി ഒരു സിമ്പിൾ വണ്ണിനേക്കാൾ. കാരണം സിമ്പിൾ വൺസിൽ പൊട്ടൻഷ്യൽ എനർജി വളരെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഹൈ എനർജി ആയിരിക്കും. അവ തമ്മിലുള്ള രണ്ട് കമ്പോണൻസ് തമ്മിലുള്ള എനർജി ഫ്ലോയുടെ റേറ്റും വളരെ കൂടുതലായിരിക്കും. ലേറ്റസ്റ്റ് സ്റ്റേജസ് ഹാവ് ലെസ്സർ എനർജി അക്യുമുലേഷൻ ആൻഡ് ഇറ്റ്സ് എനർജി ഫ്ലോ ത്രൂ മോർ ഡൈവേഴ്സ് കമ്പോണൻസ്. ലേറ്റസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജുകളിൽ, പിന്നീടുള്ള സ്റ്റേജസിൽ, അതായത് ആദ്യത്തെ സ്റ്റേജസിൽ എനർജി ഫ്ലോ പൊട്ടൻഷ്യൽ എനർജിയൊക്കെ വളരെ കൂടുതലായിരിക്കും. എന്നാൽ പിന്നീടുള്ള സ്റ്റേജസിൽ എനർജി അക്യുമുലേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ എനർജി ഫ്ലോയുടെ റേറ്റ് കുറവായിരിക്കും. അത് പല ഡൈവേഴ്സ് കമ്പോണൻസിൽ കൂടെ കടന്നായിരിക്കും പോകുന്നത്. എക്കോസിസ്റ്റം എക്സിബിറ്റ് ദ കപ്പാസിറ്റി ഫോർ സെൽഫ് റെഗുലേഷൻ ഫോർ ഹോമിയോസ്റ്റാസിസ്. അപ്പം എക്കോസിസ്റ്റത്തിന് സെൽഫ് റെഗുലേഷനുള്ള കപ്പാസിറ്റി ഉണ്ട്. എപ്പോഴും ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഡൈനാമിക് ആണെങ്കിൽ പോലും അവിടെ ഒരു ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്കോസിസ്റ്റത്തിനൊരു സെൽഫ് റെഗുലേറ്ററി കപ്പാസിറ്റി ഉണ്ട്. അപ്പം എക്കോസിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ എക്കോസിസ്റ്റത്തിന് സ്ട്രക്ചറുണ്ട്, അതിൻ്റെ ഫങ്ഷണൽ കമ്പോണൻ്റ് ഉണ്ട്. സ്ട്രക്ചറൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻ്റ് ആണ്. ഫങ്ഷണൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് അതിനകത്തിലെ മെറ്റീരിയൽ സൈക്ലിങ്ങും അതുപോലെ എനർജി ഫ്ലോയുമാണ് ഫങ്ഷണൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും മോർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അതൊരു കോംപ്ലക്സ് എക്കോസിസ്റ്റം ആയിരിക്കും. അപ്പോൾ കോംപ്ലക്സ് എക്കോസിസ്റ്റത്തിൽ എനർജി ഫ്ലോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസ്സർ ആയിരിക്കും ഒരു സിമ്പിൾ എക്കോസിസ്റ്റത്തിനെ തട്ടിച്ച് നോക്കുമ്പോൾ. പിന്നെ എക്കോസിസ്റ്റം എപ്പോഴും മെച്ചുവർ ആവുന്നത് ഒരു സിമ്പിൾ വണ്ണിൽ നിന്നും കോംപ്ലക്സ് വണ്ണിലേക്കാണ്. ആ മെച്ചുറിങ് പ്രോസസ്സിനെയാണ് നമ്മൾ എക്കോളജിക്കൽ സസഷൻ എന്ന് പറയുന്നത്. എക്കോളജിക്കൽ സസഷനിൽ ഏർലിയർ സ്റ്റേജസിൽ അവിടെ ഹയർ എനർജി ആയിരിക്കും, അതുപോലെ എനർജി ഫ്ലോ പെർ യൂണിറ്റ് മാസും വളരെ കൂടുതലായിരിക്കും. എന്നാൽ പിന്നീട് അത് ലേറ്റർ സ്റ്റേജസിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെ എനർജി അക്യുമുലേഷൻ വളരെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ഫോമിനേക്കാൾ കുറവായിരിക്കും. പിന്നെ എക്കോസിസ്റ്റത്തിന് സെൽഫ് റെഗുലേറ്ററി കപ്പാസിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും. So these were the main characteristics of ecosystem. Next is components of ecosystem. Components of ecosystem. അപ്പോൾ എക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്, അതിനെ നമ്മൾ ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്നും പറയാറുണ്ട്. ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതിൽ മെയിനായിട്ടും ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കമ്പോണൻസ് വരും. അപ്പം എക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻസിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ആൻഡ് ദേ ഇൻക്ലൂഡ് ബോത്ത് ബയോട്ടിക് ആസ് വെൽ ആസ് എബയോട്ടിക് കമ്പോണൻസ്.
സോ അതൊന്ന് പിക്ടോറിയലായിട്ട് പറയാം. ഇപ്പം എക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ദേ ഫോം ദി കമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം. അതിനെ നമ്മൾ മെയിനായിട്ട് ഈ ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എബയോട്ടിക് ഫാക്ടേഴ്സ് എന്നും ബയോട്ടിക് ഫാക്ടേഴ്സ് എന്നും. എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എബയോട്ടിക് ഫാക്ടേഴ്സിനെ നോക്കാം. അത് നോൺ ലിവിങ് ഫാക്ടേഴ്സാണ് എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ നോൺ ലിവിങ് ഫാക്ടേഴ്സിനെ അഗെയിൻ നമ്മൾ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്നും കെമിക്കൽ ഫാക്ടേഴ്സ് എന്നും ഡിവൈഡ് ചെയ്തു. അപ്പം ഇക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ മെയിനായിട്ട് എബയോട്ടിക് ആൻഡ് ബയോട്ടിക്. അതിൽ എബയോട്ടിക് ഫാക്ടേഴ്സ് അത് നോൺ ലിവിങ് ഫാക്ടേഴ്സാണ്. അതിനെ ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്നും കെമിക്കൽ ഫാക്ടേഴ്സ് എന്നും ഡിവൈഡ് ചെയ്തേക്കുന്നു. ഇതിലെ കെമിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ് സലൈനിറ്റി, pH, അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ്, ദെൻ എൻവയോൺമെൻറ്റൽ കെമിക്കൽസ്, ബയോജനിക് കോമ്പൗണ്ട്സ്. അപ്പം ഇതൊക്കെയാണ് കെമിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. സലൈനിറ്റി, pH, അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസുകൾ, അതുപോലെ എൻവയോൺമെൻറ്റിലുള്ള കെമിക്കൽസ്, ബയോജനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, ഇതെല്ലാം വരുന്നത് ഈ കെമിക്കൽ ഫാക്ടേഴ്സിലാണ്. ബയോജനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു മയോ ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് വേണ്ട മോളിക്യൂൾസ്, എൻവയോൺമെൻറ്റിൽ നിന്നും അത് യൂസ് ചെയ്യുന്ന മോളിക്യൂൾസ്, അതാണ് ബയോജനിക്. ഒരു ലൈഫ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ട മോളിക്യൂൾസ്, അതാണ് ബയോജനിക് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇതെല്ലാം കെമിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നതാണ്. അപ്പം എബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ കെമിക്കൽ ഫാക്ടേഴ്സ് കഴിഞ്ഞു. ഇനി ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫിസിക്കൽ ഫാക്ടേഴ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, എഡാപ്റ്റിക് ഫാക്ടേഴ്സ് ആൻഡ് ടോപ്പോഗ്രഫിക് ഫാക്ടേഴ്സ്. അതിൽ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറിയൽ ഫാക്ടേഴ്സാണ്. ഏറിയൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ലൈറ്റ്, അറ്റ്മോസ്ഫിയറിക് എയർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് ഹീറ്റ്, അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ, വിൻഡ് ആൻഡ് എയർ കറണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിൽ വരുന്നത്. ലൈറ്റ്, എയർ, ടെമ്പറേച്ചർ, ഹീറ്റ്, ഹ്യൂമിഡിറ്റി, റെയിൻഫോള്, വിൻഡ് ആൻഡ് എയർ കറണ്ട്. ഇത്രയും ക്ലൈമാറ്റിക് അല്ലെങ്കിൽ ഏറിയൽ ഫാക്ടേഴ്സിൽ വരുന്നു. അപ്പോൾ ഫിസിക്കൽ ഫാക്ടേഴ്സിലെ ഫസ്റ്റ് ഫാക്ടറാണ് ക്ലൈമാറ്റിക് ഫാക്ടർ. അതിലാണ് ലൈറ്റും എയറും ടെമ്പറേച്ചറും ഹീറ്റും ഹ്യൂമിഡിറ്റിയും റെയിൻഫോളും വിൻഡും എയർ കറണ്ടും ഒക്കെ വരുന്നത്. നെക്സ്റ്റ് ഈസ് എഡാപ്റ്റിക് ഫാക്ടേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സോയിൽ ഫാക്ടർ. സോയിലിൻ്റെ ഫീച്ചേഴ്സാണ് രണ്ടാമത്തെ ഫിസിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. അതിൽ വരുന്നത് സോയിൽ മിനറൽസ്, ഓർഗാനിക് കണ്ടൻറ്റ് ഓഫ് സോയിൽ, സോയിൽ വാട്ടർ, സോയിൽ സൊല്യൂട്ട്, സോയിൽ എയർ, സോയിൽ സലൈനിറ്റി, സോയിൽ pH. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് എഡാപ്റ്റിക് ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ സോയിലിൻ്റെ മിനറൽ കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ട്, സോയിലിലെ ഓർഗാനിക് കണ്ടൻറ്റ് എത്ര ഉണ്ട്, സോയിലിൽ വാട്ടർ എത്രയുണ്ട്, സോയിലിൽ എത്രത്തോളം സൊല്യൂട്ട് അടങ്ങിയിരിക്കുന്നു, സോയിലിൽ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലൊക്കെയുള്ള എയർ, അതുപോലെ സോയിലിൻ്റെ സലൈനിറ്റി, സോയിലിൻ്റെ pH. ഇത് ഇത്രയുമാണ് എഡാപ്റ്റിക്. സോ എഡാപ്റ്റിക് ഫാക്ടർ ഇറ്റ് ഈസ് ദ സോയിൽ ഫാക്ടേഴ്സ്. എഡാപ്റ്റിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സോയിലുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സാണ്. അപ്പോൾ ഫിസിക്കൽ ഫാക്ടറിലെ സെക്കൻഡ് വൺ എഡാപ്റ്റിക് ഫാക്ടർ. ദെൻ തേർഡ് വൺ ഈസ് ട്രോപ്പോഗ്രഫിക് ഫാക്ടേഴ്സ്. ട്രോപ്പോഗ്രഫിക് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ലാൻഡിൻ്റെ സർഫസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ്. അവിടെ ആൾട്ടിറ്റ്യൂഡുണ്ട്, ലാറ്റിറ്റ്യൂഡ്, ലാൻഡ് സർഫസ്, ഡയറക്ഷൻ ഓഫ് മൗണ്ടൻ റേഞ്ചസ് ആൻഡ് വാലീസ്, സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പ്, ഇതെല്ലാം വരുന്നതാണ് ട്രോപ്പോഗ്രഫി ഫാക്ടേഴ്സ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്, ലാൻഡ് സർഫസ്, ഡയറക്ഷൻ ഓഫ് മൗണ്ടൻ റേഞ്ച് ആൻഡ് വാലീസ് ആൻഡ് സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പ്, ഇതൊക്കെ ആണ് ടോപ്പോഗ്രഫിക് ഫാക്ടേഴ്സിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫാക്ടേഴ്സ് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. അതിലെ തേർഡ് ഫാക്ടറാണ് ടോപ്പോഗ്രഫിക് ഫാക്ടർ. അപ്പം നമ്മൾ ഇത്രയും നേരം നോക്കിയത് എന്തായിരുന്നു, എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ മെയിനായിട്ട് ബയോട്ടിക്, എബയോട്ടിക് എന്ന് തിരിച്ചിരിക്കുന്നു. അതിൽ എബയോട്ടിക്കിൽ വീണ്ടും രണ്ടായിട്ട് ഫിസിക്കലെന്നും കെമിക്കലെന്നും തിരിച്ചു. കെമിക്കൽ ഫാക്ടേഴ്സ് കഴിഞ്ഞു. ഫിസിക്കൽ ഫാക്ടേഴ്സിനെ അഗെയിൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, എഡാപ്റ്റിക് ഫാക്ടേഴ്സ് ആൻഡ് ടോപ്പോഗ്രഫിക് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഈസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ബയോട്ടിക് ഫാക്ടേഴ്സ്. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലിവിങ് ഓർഗാനിസംസ് ആണ്, ലിവിങ് കമ്പോണൻസ് ആണ്. ഈ ലിവിങ് കമ്പോണൻസ് മാത്രമല്ല, അതിൻ്റെ ഇൻട്രാക്ഷൻസും ഇതിനകത്തിൽ വരുന്നതാണ്. അപ്പോൾ ലിവിങ് കമ്പോണൻസ് ആൻഡ് ദെയർ ഇൻട്രാക്ഷൻസ് ഫോം ദി ബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പോൾ ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഇൻട്രാ സ്പെസിഫിക് ഇൻട്രാക്ഷൻ ആൻഡ് ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ.
ഇൻട്രാ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു സ്പീഷീസിനകത്തിൽ തന്നെയുള്ള ഇൻട്രാക്ഷൻസ്. ഇപ്പം ഒരേ വർഗത്തിൽപ്പെടുന്ന ജീവികൾ എങ്ങനെ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നു, അതാണ് ഇൻട്രാ സ്പെസിഫിക് ഇൻട്രാക്ഷൻ. ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസുമായിട്ട് എങ്ങനെയൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നു, അതാണ് ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇൻട്രാ സ്പെസിഫിക് ഇൻട്രാക്ഷൻ വരുന്നതാണ് കോഓപ്പറേഷൻ, പരസ്പരം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. കോമ്പറ്റീഷൻ, ഒരു ജീവി തൻ്റെ വർഗത്തിൽ തന്നെ മറ്റൊരു ജീവിയുമായിട്ട് ഫുഡിന് കോമ്പീറ്റ് ചെയ്യാം, ഷെൽട്ടറിന് കോമ്പീറ്റ് ചെയ്യാം, അപ്പോൾ അവിടെ മെയ്റ്റ്സിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യാം, അപ്പോൾ കോമ്പറ്റീഷൻ. ദെൻ മെയ്റ്റിംഗ്, പേരൻ്റൽ കെയർ, ദെൻ സോഷ്യൽ ഓർഗനൈസേഷൻ, ഇതൊക്കെയാണ് ഇൻട്രാ സ്പെസിഫിക് ഇൻട്രാക്ഷൻസ്. അപ്പോൾ പേരൻ്റൽ കെയർ, ഒരു അമ്മ അല്ലെങ്കിൽ പേരൻസ് എങ്ങനെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നു, അപ്പോൾ ആ ഒരു സ്പീഷീസിൽ തന്നെ പെട്ട ജീവികൾ തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് പേരൻ്റൽ കെയർ. അതുപോലെ സോഷ്യൽ ഓർഗനൈസേഷൻ, ഇപ്പോൾ ഹണി ബി അല്ലെങ്കിൽ ആൻഡ്, അവ ഒരേ വർഗത്തിൽപ്പെട്ട ആൻഡുകൾ അല്ലെങ്കിൽ ഹണി ബി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സെറ്റപ്പ് എങ്ങനെയാണ്, അതാണ് സോഷ്യൽ ഓർഗനൈസേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻസ്. ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസുമായിട്ട് അല്ലെങ്കിൽ മറ്റ് പല സ്പീഷീസുകളുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അതിൽ വരുന്നതാണ് ന്യൂട്രലിസം, മ്യൂച്വലിസം, കമൻസാലിസം, അമൻസാലിസം, കോമ്പറ്റീഷൻ, പ്രിഡേഷൻ ആൻഡ് പാരസൈറ്റിസം. ന്യൂട്രലിസം എന്ന് പറയുമ്പം ഇൻട്രാക്ഷൻസ് ഒന്നും തന്നെയില്ല. മ്യൂച്വലിസം എന്ന് പറയുമ്പം ബോത്ത് ആർ മ്യൂച്വലി ബെനിഫിറ്റഡ്. കമൻസാലിസം അത് ഏതെങ്കിലും ഒരു സ്പീഷീസ് ബെനിഫിറ്റ് ചെയ്യുന്നു. അമൻസാലിസം രണ്ടുപേർക്കും ഗുണവും ഇല്ല ദോഷവും ഇല്ല. കോമ്പറ്റീഷൻ ഒരാൾക്ക് ഗുണം മറ്റൊരാൾക്ക് ദോഷം. കോമ്പറ്റീഷൻ രണ്ട് സ്പീഷീസിനും ദോഷം തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രേ എപ്പോഴും ഇരയായി മാറുന്നു, പ്രിഡേറ്ററിന് എപ്പോഴും മുൻതൂക്കമുണ്ട്. പാരസൈറ്റിസത്തിലും അങ്ങനെ തന്നെ. അപ്പം പാരസൈറ്റിസത്തിലും ഒരാൾക്ക് എപ്പോഴും ബെനിഫിറ്റ് ഉണ്ട്, മറ്റേ ആൾ ബാഡ്ലി അഫക്റ്റഡ് ആവുന്നു. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് അത് ബയോട്ടിക് ഇൻട്രാക്ഷൻസ്, ബയോട്ടിക് ഫാക്ടേഴ്സിൻ്റെ ഇൻട്രാക്ഷൻസിൽ വരുന്നതാണ്. അപ്പം എങ്ങനെ ഓർഗാനിസങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതും ബയോട്ടിക് ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ആ ഇൻട്രാക്ഷൻ്റെ ബേസിൽ രണ്ട് തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ബയോട്ടിക് ഫാക്ടേഴ്സിനെ ഡിവൈഡ് ചെയ്തേക്കുന്നു. ഇൻട്രാ സ്പെസിഫിക് ഇൻട്രാക്ഷൻ എന്നും ഇൻ്റർ സ്പെസിഫിക് ഇൻട്രാക്ഷൻ, ഇൻട്രാ സ്പെസിഫിക് വിത്തിൻ സ്പീഷീസ്, ഇൻ്റർ സ്പെസിഫിക് ബിറ്റ്വീൻ സ്പീഷീസ്. അപ്പം ഇങ്ങനെയാണ് എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഫാക്ടേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കമ്പോണൻസ് ഓഫ് ഇക്കോസിസ്റ്റം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.